ഗലാത്യർ 5:22-23 ഇങ്ങനെ വായിക്കുന്നു. ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇന്ന് പകലിൽ ആത്മാവിൻ്റെ ഫലങ്ങളിൽ അതിൻ്റെ ഒന്നാമത്തെ പദമായ സ്നേഹത്തെ പറ്റിയിട്ടാണ് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത്. 1 യോഹന്നാൻ 4:8 ഇങ്ങനെ വായിക്കുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, ദൈവം സ്നേഹം തന്നെ. കർത്താവിൻ്റെ വചനം പറയുന്നു, സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ലെന്നാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്. ദൈവത്തിൻ്റെ ഡെഫിനിഷൻ തന്നെ ദൈവം സ്നേഹം തന്നെ. അതെ, ദൈവം സ്നേഹം തന്നെ. നമ്മൾക്ക് എങ്ങനെ അറിയുവാൻ സാധിക്കും നമ്മുടെ ഉള്ളിൽ സ്നേഹമുണ്ടോ ഇല്ലയോ എന്ന്? ഇന്ന് പകലിൽ ഈ വചനത്താൽ നമ്മളെ തന്നെ ഒന്ന് ആത്മപരിശോധന നടത്തിയാൽ മതി. 1 കൊരിന്ത്യർ 13 അധ്യായത്തിൽ ഡീറ്റെയിൽ ആയിട്ട് സ്നേഹത്തെ പറ്റിയിട്ട് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ 3-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല. നമുക്കുള്ളതെല്ലാം അഗ്നിക്കിരയാക്കിയാലും അന്നദാനം ചെയ്തിരുന്നാലും എന്ത് തന്നെ ചെയ്തിരുന്നാലും അതെ, സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ലെന്നാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്. ആമേൻ, സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, പ്രതിഫലിച്ച് ഇല്ലാതാണോ നമ്മൾ സ്നേഹിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നമ്മൾ കറക്റ്റ് ട്രാക്കിലാണ്. കർത്താവ് അങ്ങനെയല്ലേ നമ്മളെ സ്നേഹിച്ചത്? പ്രതിഫലിച്ച് ഇല്ലാതെ സ്വന്തം പുത്രനെ എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് അയച്ചു. എന്തിനാ? ആ നിത്യതയ്ക്ക് അവകാശികളായി തീരുവാൻ. ഇന്ന് പകലിൽ ആ സ്നേഹം തന്നെയാണ് നമ്മുടെ ഉള്ളിൽ നിന്നും പുറത്തു വരേണ്ടത്. പ്രതിഫലിച്ചില്ലാത്ത സ്നേഹം. അതെ, ആമേൻ, സ്തോത്രം. ബൗണ്ടറി ഇല്ലാത്ത സ്നേഹം എന്നിൽ കൂടി നിങ്ങൾ കൂടി പുറത്തു വരുവാൻ പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ ആഗ്രഹിക്കുന്നു. അതിൻ്റെ താഴെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുകയില്ല. പ്രവചനപരമോ അത് നീങ്ങിപ്പോകും, ഭാഷാപരമോ അത് നിന്നുപോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. അതെ, സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുന്നില്ലെന്നാണ് എഴുതിയിരിക്കുന്നത്. ആമേൻ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മൾ സ്നേഹത്തിലാണ് നമ്മുടെ ഉള്ളം ഇരിക്കുന്നതെങ്കിൽ നമുക്ക് നികളഭാവം ഉണ്ടാകത്തില്ല, നമുക്ക് അസൂയ ഉണ്ടാകത്തില്ല. ഒരുവൻ്റെ ഉയർച്ചയിൽ നമ്മൾ സന്തോഷിക്കും. ആമേൻ, സ്തോത്രം. നമ്മളെല്ലാം ക്ഷമിക്കും, നമ്മളെല്ലാം പൊറുക്കും. നമ്മുടെ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ പൊറുക്കത്തില്ലേ? കാരണം എന്താ? അവരോട് അത്രയധികം നമ്മൾക്ക് സ്നേഹമുണ്ട്. നമ്മുടെ മാതാപിതാക്കൾ അതെ, എന്തെങ്കിലും വീഴ്ച വരുത്തി കഴിഞ്ഞാൽ സ്നേഹിക്കും, പൊറുക്കത്തില്ലേ? അതാണ് ആമേൻ, സ്തോത്രം. സ്നേഹം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഇന്ന് പകലിൽ പല കയ്പുകളും നമ്മുടെ ഉള്ളിൽ നിന്ന് മെൽറ്റായി പോകുന്നത് കാണുവാൻ സാധിക്കും. ആമേൻ, സ്തോത്രം. നിങ്ങൾക്കിന്ന് പകലിൽ അവരോട് ക്ഷമിക്കാമോ? അവരോട് പൊറുക്കാമോ? അതെ, കയ്പായിട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകലിൽ എന്നെ ശ്രവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് ക്ഷമിച്ചാട്ടെ. പരിശുദ്ധാത്മാവ് അതാ ആഗ്രഹിക്കുന്നത്. സ്നേഹം സകലതും പൊറുക്കുന്നു. ആമേൻ, സ്തോത്രം. സ്നേഹം ഉള്ളിൽ ഒരു വ്യക്തിയാണെങ്കിൽ ആമേൻ, സ്തോത്രം, നിങ്ങൾ ആ വ്യക്തിയോട് പുറത്തിരിക്കും. നിങ്ങളോട് അതായത് അനിഷ്ടമായിട്ടുള്ളതായിരിക്കാം ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് അതെ, നിങ്ങളെ ഹേർട്ട് ചെയ്യുന്ന മേഖലകളായിരിക്കാം അവര് സംസാരിച്ചിട്ടുള്ളത്. എന്ത് തന്നെ ആയിക്കോട്ടെ, ഇന്ന് പകലിൽ അവരോട് പുറത്താട്ടെ. സ്നേഹം അതെ എല്ലാം പൊറുക്കുന്നു എന്നാണ് കർത്താവിൻ്റെ വചനത്തിലുള്ളത്. നിങ്ങൾ പല വിഷയത്തിൽ മേൽ കുടുങ്ങിക്കിടക്കുന്നതിൻ്റെ ഒരു റീസൺ ഇതാകാം. സ്നേഹിച്ചാട്ടെ. അതെ, അമ്മേ, സ്തോത്രം. പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ നിങ്ങളെ ആ സ്നേഹം കൊണ്ട് നിറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. വിട്ടുകൊടുത്താട്ടെ, അല്പസമയം വിട്ടുകൊടുത്താട്ടെ. ദൈവം നിങ്ങളെ തൻ്റെ സാന്നിധ്യത്താൽ നിറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ 13-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഈ മൂന്നും നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. നോക്കിയാട്ടെ സ്നേഹത്തിൻ്റെ ഇമ്പോർട്ടൻസ്. ഈ മൂന്നിലും ഏതിലൊക്കെയാണ്? പ്രത്യാശയിലും വിശ്വാസത്തിലും സ്നേഹത്തിലും. ഇതിൽ മൂന്നിലും ഏറ്റവും വലുതെന്ന് പറയുന്നത് സ്നേഹമാകുന്നു. ഇന്ന് പകലിൽ ആ സ്നേഹത്താൽ സ്വർഗത്തിലെ പരിശുദ്ധാത്മാവ് നമ്മളെ നിറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് പകലിൽ ആരെങ്കിലും ഭയത്തിനകത്തു കുടുങ്ങിക്കിടപ്പുണ്ടോ? അതിനകത്തും സ്നേഹമാണ് സൊല്യൂഷൻ. കർത്താവിൻ്റെ വചനം പറയുന്നു,
തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കും. ദൈവത്തെ സ്നേഹിച്ചാൽ മതി. ദൈവത്തെ നന്നായിട്ട് സ്നേഹിക്കാമെങ്കിൽ ആ മണ്ഡലത്തിൽ നിന്നും സ്വർഗത്തിലെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഇന്ന് പകലിൽ പുറത്തു കൊണ്ടുവരുമെന്നേ വിശ്വസിച്ച് ആമേൻ പറഞ്ഞ് ഏറ്റെടുത്താട്ടെ. ആമേൻ, സ്തോത്രം. കർത്താവ് പറഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ കൽപ്പന എന്താ? നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാവോടുകൂടി സ്നേഹിക്കണം. നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. അത് ഇന്ന് പകലിൽ ആ സ്നേഹത്താൽ നമ്മൾ ഓരോരുത്തരും നിറയപ്പെടുവാൻ ഇടയാകട്ടെ. ഈ കൊച്ചു സന്ദേശത്താൽ ദൈവം നിങ്ങളെ ഏവരെയും ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.